നമസ്കാരം. ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് റിവിഷൻ ചാപ്റ്റർ 8 ആണ് നമ്മളിവിടെ തുടങ്ങാൻ പോകുന്നത്. ഇതുവരെ 7 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തു. ഓക്കെ, ലാസ്റ്റ് ചാപ്റ്റർ ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു തിയറി ബേസ്ഡ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിന് അധികം ഒരു ഫുൾ എസ്സേ ആയിട്ട്, ഈ ഒരു ചാപ്റ്റർ മൊത്തമായിട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൻ്റെ പേര് ശ്രദ്ധിക്കുക, എക്സംപ്റ്റഡ് ഇൻകംസ് ആണ് പേര് വരുന്നത്. എക്സംപ്റ്റഡ് ഇൻകംസ്. അപ്പോൾ എക്സംപ്റ്റഡ് ഇൻകംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻകം ടാക്സ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻകം ടാക്സ് കൊടുക്കുന്നത് ഇൻകത്തിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന നേരത്ത് ചില ഇൻകംസിനെ നമ്മൾ ഒഴിവാക്കും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ചില ഇൻകംസിനെ ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ആ ഇൻകത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഇൻകംസ് ഏതൊക്കെയാണുള്ളത് അതിൻ്റെ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആ ലിസ്റ്റ് നന്നായിട്ട് വായിക്കുക. അത് ചിലപ്പോൾ എസ്സേ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക ഏതൊക്കെയാണ് എക്സംപ്റ്റഡ് ഇൻകം എന്ന് വെച്ചാൽ. അപ്പോൾ ചിലപ്പോൾ എസ്സേ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ മൊത്തം നമ്മളൊന്ന് നോക്കി വെക്കുക. അതിൽ പ്രധാന ഭാഗങ്ങൾ മാത്രം പഠിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ആൻസർ ഷീറ്റിൽ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എക്സംപ്റ്റഡ് ഇൻകം മീൻസ് ഇൻകം വിച്ച് ആർ നോട്ട് ചാർജബിൾ ടു ഇൻകം ടാക്സ്. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സിൽ ചാർജബിൾ ചെയ്യാത്ത ഇൻകം ഏതാണോ അതാണ് എക്സംപ്റ്റഡ് ഇൻകം. അപ്പോൾ ആ നോട്ട് ചാർജബിൾ ടു ഇൻകം ടാക്സ് എന്നതാണ് ഇവിടുത്തെ കീ വേർഡ്. അതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ എക്സംപ്റ്റഡ് ഇൻകം എന്ന് ജസ്റ്റ് ഒരു 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടതാണ് ഇൻകം വിച്ച് ഇസ് നോട്ട് ചാർജബിൾ ടു ഇൻകം ടാക്സ് ഈസ് നോൺ ആസ് എക്സംപ്റ്റഡ് ഇൻകം എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയൊരു എസ്സേ ആണ് നമ്മളോട് ചോദിക്കുന്നത് എങ്കിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ വലിയൊരു എസ്സേ ആണ്. ഓക്കെ, റൈറ്റ് നോട്ട് ഓൺ എക്സംപ്റ്റഡ് ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ഒരു എസ്സേ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് ആദ്യം എന്താണ് എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്താണ് അതിനെ കൂടുതൽ വിശദീകരിക്കുകയാണെങ്കിൽ എങ്ങനെ പറയാം, അത് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണ് ഇൻകത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാത്ത ഇൻകമാണ് എക്സംപ്റ്റഡ് ഇൻകം. ഓക്കെ, അപ്പോൾ എക്സംപ്റ്റഡ് ഇൻകത്തിനെ നമുക്ക് 3 ആയിട്ട് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ചെയ്യാം. ഓക്കെ, it is broadly classified into 3. Okay, for all assessees, for employees and for institutions. Okay, അപ്പോൾ എക്സംപ്റ്റഡ് ഇൻകംസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ വളരെ ബ്രോഡായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അത് എല്ലാ അസസീസിനും ബാധകമാവുന്ന ചില എക്സംപ്റ്റഡ് ഇൻകംസ് ഉണ്ട്. ഓക്കെ, അതേപോലെ എംപ്ലോയീസിന് ബാധകമാവുന്ന എക്സംപ്റ്റഡ് ഇൻകംസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ബാധകമാവുന്ന എക്സംപ്റ്റഡ് ഇൻകംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ അസസീസ് എന്താണ്, അത് എംപ്ലോയീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം അടങ്ങുന്ന കമ്പനീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റി, അങ്ങനെ എല്ലാം അടങ്ങുന്ന എന്താണ് അസസീസ്. എല്ലാ അസസീസും എന്താണ് അതിൽ പെടും. പിന്നെ എംപ്ലോയീസ് മാത്രം, തൊഴിലാളികൾ മാത്രം വരുന്ന അവർക്ക് മാത്രം കൊടുക്കുന്ന എക്സംപ്റ്റഡ് ഇൻകം ഉണ്ട്. അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രം കൊടുക്കുന്ന എക്സംപ്റ്റഡ് ഇൻകം ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മളിവിടെ നോക്കേണ്ടത് എക്സംപ്റ്റഡ് ഇൻകം ഫോർ ഓൾ അസസീസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് എക്സംപ്റ്റഡ് ഇൻകം എന്ന് എഴുതുക. ചോദിക്കുകയാണെങ്കിൽ എസ്സേ ചോദിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ 3 തരത്തിലുണ്ട് എന്ന് എഴുതുക. 3 കാറ്റഗറീസ് ഉണ്ട്. അതിൽ ആദ്യം ഇത് 3 എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെയും ആദ്യം നിങ്ങൾ എക്സംപ്റ്റഡ് ഇൻകം ഫോർ ഓൾ അസസീസ് എന്ന് പറഞ്ഞിട്ട് ഈ പോയിന്റുകൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഒരുപാട് പോയിന്റുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏറി വന്നാലും നിങ്ങളൊരു 7 or 8 പോയിന്റുകളൊന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, 10 വരെ എഴുതാൻ പറ്റിയാൽ അത്രയും നല്ലത്. 10 പോയിന്റുകളൊക്കെ എഴുതാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ എല്ലാ അസസീസിനും എക്സംപ്റ്റഡ് ആയിട്ടൊരു ഇൻകമാണ് അഗ്രികൾച്ചറൽ ഇൻകം. സെക്ഷൻ 10 സബ്സെക്ഷൻ 1 പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 10 അധികം എന്താണ് ഈ എക്സംപ്റ്റഡ് ഇൻകമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ സെക്ഷൻ 10 സബ്സെക്ഷൻ 1 പറയുന്നത് എന്താണ്, അഗ്രികൾച്ചറൽ ഇൻകമാണ്. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചറിനെ കുറിച്ചൊന്ന് ആലോചിക്കുക. അതെല്ലാ അസസീസിനും എന്താണ് എക്സംപ്റ്റഡ് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ എമൗണ്ട് റിസീവ്ഡ് ഫ്രം HUF. ഓക്കെ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്ക് എന്താണ് എമൗണ്ട് റിസീവ്ഡ് ഫ്രം HUF, അതായത് ഒരു മെമ്പർക്ക് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതിൻ്റെ മെമ്പർക്ക് ഒരു വരുമാനം കൊടുക്കുകയാണെങ്കിൽ അതെന്താണ് എക്സംപ്റ്റഡ് ഇൻകം ആണ്. അത് സെക്ഷൻ ഏതിലാണ് വരുന്നത്, സെക്ഷൻ 10 സബ്സെക്ഷൻ 2 വരുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഷെയർ ഓഫ് ഇൻകം ഓഫ് എ പാർട്ട്ണർ ഫ്രം ദ ഫേം അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 2A. അപ്പോൾ സെക്ഷൻ 10 സബ്സെക്ഷൻ 2A പറഞ്ഞതാണ് ഒരു പാർട്ട്ണർക്ക് പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കിട്ടുന്ന ഷെയർ, അതും എക്സംപ്റ്റഡ് ആണ്. പിന്നെ നാലാമത്തെ പോയിന്റ് പേയ്മെൻറ്റ് അണ്ടർ ഭോപ്പാൽ ഗ്യാസ് ലീക്ക് ഡിസാസ്റ്റർ ആക്ട് 1985. ഓക്കെ, അപ്പോൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഒന്ന് ആലോചിച്ച് വെക്കുക. സെക്ഷൻ പറയുന്നത് സെക്ഷൻ 10(2)A ആണ്. അപ്പോൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയിൽ സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് ആ
ട്രാജഡിയിൽ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അതിന് അപകടം പറ്റിയ വ്യക്തികൾക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് കോമ്പൻസേഷൻ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു പ്രത്യേക നിയമം തന്നെ അതിന് ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ നിയമപ്രകാരം ആർക്കൊക്കെയാണോ കോമ്പൻസേഷൻ കൊടുക്കാൻ അർഹത ഉള്ളത്, അപ്പോൾ അവർക്ക് കോമ്പൻസേഷൻ കിട്ടുകയാണെങ്കിൽ അത് എക്സംപ്റ്റഡ് ഇൻകം ആണ്. ഓക്കെ, അപ്പോൾ ഭോപ്പാൽ ഗ്യാസ് ലീക്ക് ഡിസാസ്റ്റർ ആക്ട് ചെയ്ത് 1985 84 ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി നടക്കുന്നത്. 85 ഇതിൻ്റെ ആക്ട് വരുന്നത്. അപ്പോൾ ആ ആക്ടിന് ശേഷം ഗവൺമെൻറ് പറഞ്ഞു ഇന്ന വകുപ്പുകളിൽ വരുന്ന അല്ലെങ്കിൽ ഇന്ന കണ്ടീഷൻസിൽ വരുന്ന ആൾക്കാർക്കാണ് എന്ത് കൊടുക്കുന്നത്, അതിൻ്റെ നഷ്ടപരിഹാരം കാലങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആർക്കൊക്കെയാണോ കിട്ടുന്നത് അതെന്ത് ചെയ്യുക, അവർ ആ ഇൻകം ആ പേരിൽ പറഞ്ഞ് കിട്ടുന്ന ഇൻകം എക്സംപ്റ്റഡ് ആണ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 10BB സബ്സെക്ഷൻ 10BB. ഓക്കെ, ഇനി 5ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. കോമ്പൻസേഷൻ ഓഫ് ഡിസാസ്റ്റർ. എന്തെങ്കിലും ഡിസാസ്റ്റർ മുഖാന്തരം ഒരു കോമ്പൻസേഷൻ ഗവൺമെൻറ് നമുക്ക് തരികയാണെങ്കിൽ സെക്ഷൻ 10 സബ്സെക്ഷൻ 10BCയിൽ പറയുന്നത് അത് എക്സംപ്റ്റഡ് ആണ്. 6ാമത്തെ പോയിന്റ് ലൈഫ് ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്ന കാശ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 10Dയിൽ പറയുന്നത് എക്സംപ്റ്റഡ് ആണ്. 7ാമത്തെ പോയിന്റ് ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അപ്പോൾ ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് കിട്ടുന്ന ഇൻകം എക്സംപ്റ്റഡ് ആണ്. നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഇത് കണ്ടതാണ്. അത് സെക്ഷൻ 10 സബ്സെക്ഷൻ 15ലാണ് പറയുന്നത്. പിന്നെ 8ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്പ് സെക്ഷൻ 10 സബ്സെക്ഷൻ 16ൽ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് സെക്ഷൻ 10 സബ്സെക്ഷൻ 16 പ്രകാരം അത് എക്സംപ്റ്റഡ് ആണ്. 9ാമത്തെ പോയിന്റ് അലവൻസസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റിന് കിട്ടുന്ന അലവൻസുകൾ അവർക്കത് എക്സംപ്റ്റഡ് ആണ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 17. അപ്പോൾ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് മാത്രമല്ല MLAക്കും MLCസിനും ഈ പറയുന്ന അലവൻസിന് എന്താണ് എക്സംപ്ഷൻ ഉണ്ട്. അവർക്ക് അതിന് ടാക്സ് കൊടുക്കണ്ട. ഓക്കെ, നമ്മളിപ്പോൾ 9 പോയിന്റ് നോക്കി. ഓക്കെ, ഇതിൽ ഏകദേശം 30ഓളം പോയിന്റുകൾ വരുന്നുണ്ട്. ഇനി 10ാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. 30ഓളം പോയിന്റുകൾ നിങ്ങൾ പഠിക്കേണ്ട, ഏറി വന്ന ഒരു 10 പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. അവാർഡ്സ് ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ്. 10ാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, നമുക്കൊരു അവാർഡ് ക്യാഷ് ആയിട്ടോ കൈൻഡായിട്ടോ അവാർഡ് കിട്ടുകയാണെങ്കിൽ ആ അവാർഡ് കിട്ടിയ തുകയൊന്നും നമ്മൾ ടാക്സബിൾ അല്ല, നമ്മൾ അതിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല, ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. സെക്ഷൻ 10 സബ്സെക്ഷൻ 17A. ഓക്കെ, 11ാമത്തെ പോയിന്റ് പറയുന്നത് പെൻഷൻ ഓഫ് ഗാലൻട്രി അവാർഡ്. എന്തെങ്കിലും ഗാലൻട്രി അവാർഡ്, ഓക്കെ, അതായത് ഇപ്പോൾ മഹാവീർ ചക്ര, പരംവീർ ചക്ര പോലുള്ള ഗാലൻട്രി അവാർഡ്സ് അത് മിലിറ്ററി പേഴ്സണൽസിന് കിട്ടുന്നതാണ്. ഓക്കെ, സേവനത്തിന് പട്ടാളക്കാർക്ക് ഗവൺമെൻറ് കൊടുക്കുന്നതാണ് ഈ ഗാലൻട്രി അവാർഡ്സ്. അപ്പം അത്തരം ഗാലൻട്രി അവാർഡ്സിന് എന്തുണ്ട്, അത്ര ഗാലൻട്രി അവാർഡ്സിന് കിട്ടുന്ന ഇൻകത്തിൽ നിന്നും അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് എന്തെങ്കിലും ക്യാഷ് അവാർഡിനൊക്കെ എന്താണ് അതിൻ്റെ അങ്ങനെ വരുന്ന ഇൻകം എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, പിന്നെ 12ാമത്തെ പോയിന്റ് ഫാമിലി പെൻഷൻ ഓഫ് എ മെമ്പർ ഓഫ് ദി ആംഡ് ഫോഴ്സസ്. ഓക്കെ, പട്ടാളക്കാരുടെ വിധവകൾക്കോ അല്ലെങ്കിൽ അവരുടെ മക്കൾക്കോ ഒക്കെ കിട്ടുന്ന ഫാമിലി പെൻഷൻ അത് എക്സംപ്റ്റഡ് ആണ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 19 പ്രകാരം. ഓക്കെ, സെക്ഷൻ 10 ഓർത്ത് വെക്കുക, അത് ഓർക്കാൻ പ്രയാസമല്ല. എക്സംപ്റ്റഡ് ഇൻകത്തിൽ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട സെക്ഷൻ 10 ആണ്. സബ്സെക്ഷൻസ് ആണ് മാറ്റം വരുന്നത്. അപ്പോൾ സെക്ഷൻ കൃത്യമായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പേരുകൾ ഓർത്ത് വെച്ചിട്ട് ഒരു 10 എണ്ണെങ്കിലും പഠിക്കുക. ഓക്കെ, എല്ലാ പോയിന്റുകളും നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി അടുത്ത കാറ്റഗറിയാണ് ഫോർ എംപ്ലോയീസ്. ഓക്കെ, എക്സംപ്റ്റഡ് ഇൻകം ഫോർ എംപ്ലോയീസ്. അപ്പോൾ എംപ്ലോയീസിന് എന്തൊക്കെ ഇൻകംസ് ആണ് എക്സംപ്റ്റഡ് എന്ന് വെച്ചാൽ ലീവ് ട്രാവൽ കൺസെഷൻ. ഓക്കെ, അതായത് നമ്മൾ ഈ ടൂർ പോകാനൊക്കെ എംപ്ലോയീസിന് ചില ഫണ്ട് ഗവൺമെൻറ് തലത്തിലൊക്കെ അനുവദിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ എംപ്ലോയിക്ക് വെക്കേഷൻ അല്ലെങ്കിൽ ഒരു പിക്നിക്ക് പോകാനോ ഒരു ടൂർ പോകാനോ ഒക്കെ ഫാമിലി അടക്കം പോകാനൊക്കെ എന്തെങ്കിലും എന്താണ് ആനുകൂല്യങ്ങൾ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പേരാണ് ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി 2ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. അലവൻസസ് ഓർ പെർക്വിസിറ്റ്സ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഇന്ത്യൻ ഗവൺമെൻറ് എംപ്ലോയീസിന് ഔട്ട്സൈഡ് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ എന്തെങ്കിലും അലവൻസോ പെർക്വിസിറ്റ്സോ കൊടുക്കുകയാണെങ്കിൽ അതെന്താണ് എക്സംപ്റ്റഡ് ആണ്. 3ാമത്തെ പോയിന്റ് ഗ്രാറ്റുവിറ്റിക്ക് എക്സംപ്ഷൻ ഉണ്ട് ഒരു ലിമിറ്റ് വരെ. അതേപോലെ 4ാമത്തെ പോയിന്റ് കമ്മ്യൂട്ടഡ് പെൻഷൻ. ഓക്കെ, 4ാമത്തെ പോയിന്റ് കമ്മ്യൂട്ടഡ് പെൻഷൻ. അപ്പോൾ കമ്മ്യൂട്ടഡ് പെൻഷന് ഒരു അളവ് വരെ എന്തുണ്ട് എക്സംപ്ഷൻ ലഭിക്കും. 5ാമത്തെ പോയിന്റ് എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ്. ഓക്കെ, ഏൺഡ് ലീവ് എൻകാഷ്മെൻറ്റിനും എന്തുണ്ട് ഒരു പരിധി വരെ എക്സംപ്ഷൻ ഉണ്ട്. സെക്ഷൻസ് ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ 6ാമത്തെ പോയിന്റ് കോമ്പൻസേഷൻ ഓൺ റിട്രഞ്ച്മെൻറ്റ്. ഓക്കെ, സെക്ഷൻ 10 സബ്സെക്ഷൻ 10B.
ഓക്കെ, അപ്പോൾ അതിലും ഒരു പരിധി വരെ എന്തുണ്ട്, എക്സംഷൻ ലഭിക്കും. 7ാമത്തെ പോയിന്റ് കോമ്പൻസേഷൻ ഓൺ വോളണ്ടറി റിട്ടയർമെൻറ്റ്. ഇതൊക്കെ നമ്മൾ സാലറി ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളാണ്. എംപ്ലോയീസിൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ സാലറിയിൽ വരുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒരു ലിമിറ്റ് വരുന്നുണ്ട്, എക്സംഷൻ ഗവൺമെൻറ് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, എക്സംഷൻ ഇൻകത്തിൽ എന്താണ്, ആ ലിമിറ്റിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ ഓൺ പെർക്വിസിറ്റ്സ്. അതായത് എംപ്ലോയർ പെർക്വിസിറ്റ്സ് എന്താണ്, എംപ്ലോയിക്ക് കൊടുക്കുന്ന വസ്തുക്കൾ, എംപ്ലോയിക്ക് കാശല്ലാതെ കൊടുക്കുന്ന വസ്തുനിഷ്ഠമായിട്ടുള്ള ശമ്പളമാണ് പെർക്വിസിറ്റ്സ്. ഓക്കെ, എന്തെങ്കിലും വസ്തുക്കൾ കൊടുക്കുക, കാർ ഉപയോഗിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കൊടുക്കുക, ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ കൊടുക്കുക, അതൊക്കെയാണ് പെർക്വിസിറ്റ്സ്. അപ്പോൾ അത് വാങ്ങാനായിട്ട് എംപ്ലോയർ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് എക്സംപ്റ്റഡ് ആണ് എംപ്ലോയിയെ സംബന്ധിച്ച്. ഓക്കെ, 9ാമത്തെ പോയിന്റ് പേയ്മെൻറ്റ് ഫ്രം സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന പേയ്മെൻറ്റ്, എംപ്ലോയിക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് എന്താണ്, എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, 10ാമത്തെ പോയിന്റ് പേയ്മെൻറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നും ലഭിക്കുന്ന പേയ്മെൻറ്റ് എന്താണ്, എംപ്ലോയിക്ക് എക്സംപ്റ്റഡ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് സെക്ഷൻ 10 സബ്സെക്ഷൻ 11 ആണ്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് സെക്ഷൻ 10 സബ്സെക്ഷൻ 12 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 3ാമത്തെ മെയിൻ പോയിന്റ് അല്ലെങ്കിൽ 3ാമത്തെ കാറ്റഗറിയിൽ വരുന്നത് എക്സംപ്റ്റഡ് ഇൻകം ഫോർ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എക്സംപ്റ്റഡ് ഇൻകം ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇൻകം ഓഫ് എ ലോക്കൽ അതോറിറ്റി ഈസ് എക്സംപ്റ്റഡ്. ഓക്കെ, എന്താണ് ലോക്കൽ അതോറിറ്റി എന്ന് വെച്ചാൽ? ലോക്കൽ അതോറിറ്റി എന്ന് വെച്ചാൽ കോർപ്പറേഷൻസ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ്, ഇതൊക്കെയാണ് ലോക്കൽ അതോറിറ്റീസ്. അവർക്ക് കിട്ടുന്ന ഇൻകംസ് എന്താണ്, എക്സംപ്റ്റഡ് ആണ്. 2ാമത്തെ പോയിന്റ് ഇൻകം ഓഫ് റിസർച്ച് അസോസിയേഷൻസ് അപ്രൂവ്ഡ്. അപ്രൂവ്ഡ് ആയ റിസർച്ച് അസോസിയേഷൻസിൻ്റെ ഇൻകം എന്താണ്, എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സെക്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അത് 10 സബ്സെക്ഷൻ 20 ആണ്, ഇത് 10 സബ്സെക്ഷൻ 21 ആണ്. ഓക്കെ, അടുത്തത് ഇൻകം ഓഫ് ന്യൂസ് ഏജൻസി. ന്യൂസ് ഏജൻസിക്ക് ലഭിക്കുന്ന ഇൻകം എക്സംപ്റ്റഡ് ആണ്. പിന്നെ 4ാമത്തെ പോയിന്റ് ഇൻകം ഓഫ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എക്സംപ്റ്റഡ് ആണ്. പിന്നെ 5ാമത്തെ പോയിന്റ് ഇൻകം ഓഫ് പെൻഷൻ ഫണ്ട് സെറ്റപ്പ് ബൈ LIC ഓർ അതർ ഇൻഷുറേഴ്സ്. അതായത് പെൻഷൻ ഫണ്ട്, ഇൻഷുറൻസ് കമ്പനികൾ പെൻഷൻ ഫണ്ട് അതിൻ്റെ ആരാണോ ഇൻഷുർ ചെയ്തിരിക്കുന്നത് അവർക്ക് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു പോളിസി ഹോൾഡർക്ക് പെൻഷൻ ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏത് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുകയാണെങ്കിലും അത് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ഇൻകം ഓഫ് ഖാദി അവർക്ക് കിട്ടുന്ന ഇൻകം എക്സെപ്റ്റഡ് ആണ്. അതേപോലെ മറ്റ് വില്ലേജ് ഇൻഡസ്ട്രീസിന് കിട്ടുന്ന ഇൻകം എന്താണ്, എക്സെപ്റ്റഡ് ആണ്. 7ാമത്തെ പോയിന്റ് ഇൻകം ഓഫ് സ്പെസിഫൈഡ് ചാരിറ്റബിൾ ഫണ്ട്. സ്പെസിഫൈഡ് ചാരിറ്റബിൾ ഫണ്ടിന് കിട്ടുന്ന ഇൻകം എക്സെപ്റ്റഡ് ആണ്. 8ാമത്തെ പോയിന്റ് ഇൻകം ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിന് ലഭിക്കുന്ന ഇൻകം എക്സെപ്റ്റഡ് ആണ്. 9ാമത്തെ പോയിന്റ് ഇൻകം ഓഫ് രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ. രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയന് കിട്ടുന്ന ഇൻകം എക്സെപ്റ്റഡ് ആണ്. 10ാമത്തെ പോയിന്റ് ഇൻകം ഓഫ് പ്രോവിഡൻറ്റ് ഫണ്ട്. പ്രോവിഡൻറ്റ് ഫണ്ട് എന്താണ്, എക്സെപ്റ്റഡ് ഇൻകം ആണ്. ഓക്കെ, ഏകദേശം ഒരു 10 പോയിന്റ് നമുക്ക് നോക്കിയാൽ മതി. ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നമ്മൾ നോക്കേണ്ടത് ഒരു 10 പോയിന്റാണ് ഫോർ എക്സാമിനേഷൻ പേർപ്പസ്. ഓക്കെ, ഇതിപ്പോൾ ഒരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളല്ല. ഇത് നമുക്ക് ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ അല്ല. കുറച്ചൊക്കെ നമുക്ക് നോക്കി വെക്കാമെന്നല്ലാതെ എന്തായാലും നമുക്ക് ഇതിൻ്റെ വകുപ്പുകൾ ലൈഫിൽ ഉപയോഗിക്കുമ്പോൾ എന്താണ്, നമുക്ക് വീണ്ടും അത് റെഫറൻസ് തന്നെ വേണ്ടി വരും. ഓക്കെ, എല്ലാം നമുക്ക് ബൈഹാർട്ടാക്കിയിട്ട് ഇത് വെക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു 10 പോയിന്റ് 3 കാറ്റഗറിയിൽ നിന്നും പഠിച്ച് വെക്കുക. അത്രേ ഈ ചാപ്റ്ററിൽ വരുന്നുള്ളൂ. ഓക്കെ, ഏറി വന്നാൽ എസ്സേ ചോദിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ മാർക്കിനുള്ള ഒന്നുകിൽ എന്താണ് എക്സംപ്റ്റഡ് ഇൻകം എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് 1-2 എക്സംപ്റ്റഡ് ഇൻകത്തിന് ഉദാഹരണമായിട്ട് 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ.